നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 571 571. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 571. ഇവിടെ 62-ാം സർഗത്തിലെ ശരൽക്കാല വർണ്ണനം, 62-ാം സർഗത്തിലെ ലീലാകാന്ഡത്തിൽ അതിൽ 22-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയത്. മന്ദാരവാർമണി തന്നലേറ്റുമോദിച്ചു സർവരും മുകുന്ദനെ മനക്കാമ്പാൽ പുൽകും ഗോപികൾ പോലവേ. അതിഗഹനമായിട്ടുള്ളൊരു ഉപമ പറയണ്ടായി. അത് കഴിഞ്ഞിട്ട് പറയണു 23 സത്സന്ധാനപ്രാപ്തിക്ക് ശരൽക്കാല വർണ്ണനം ഈശ്വരോപാസന എങ്ങനെ ഉപകരിക്കണു എന്നുള്ളതാണ്. പെൺജാതിയെല്ലാം അക്കാലം കാന്തനാൽ ഗർഭമേന്തിനാൽ വേണ്ടെങ്കിലും ഫലം ചേരും ഭഗവത് പൂജ പോലവേ. വളരെ ഉദാത്തമായ ഒരു കുടുംബ അന്തരീക്ഷത്തിൻ്റെ കാതലായിട്ടുള്ള ഈശ്വരോപാസനയുടെ ഫലം എന്താണെന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. എന്താ? പെൺജാതിയെല്ലാം വിവാഹം കഴിഞ്ഞിട്ടുള്ളവരെ കാന്തനാൽ ഭർത്താവിനാൽ ഗർഭമേന്തിനാൾ വേണ്ടെങ്കിലും ഫലം ചേരും ഭഗവത് പൂജ പോലവേ. നിഷ്കാമമായിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യണതെങ്കിലും കൂടി ഭഗവാൻ ഭുക്തിമുക്തിപ്രദ എന്ന സത്യവാചകത്തെ പ്രബലപ്പെടുത്താൻ വേണ്ടി നാം അർഹിക്കുന്ന ലൗകിക സുഖങ്ങൾ ഭഗവാൻ തരും. എന്നിട്ടാണ് മോക്ഷം. അപ്പോൾ ഈശ്വരോപാസനയ്ക്ക് ഫലം ഉണ്ടെന്ന് പറയാതെ കൊണ്ട് പറഞ്ഞു 101%. വേണ്ടെങ്കിലും ഫലം ചേരും ഭഗവത് പൂജ പോലവേ. അതുകൊണ്ടാണ് ഭഗവാന്റെ അടുത്തും ചോദിക്കരുത് എന്ന് പറയും. കാരണം ഭഗവാനോട് ചോദിച്ചാൽ ശുദ്ധഭക്തി ആവില്ല, അശുദ്ധഭക്തിയാവും. ഭക്തി ശുദ്ധമാവണമെങ്കിൽ നിഷ്കാമായിരിക്കണം. അപ്പോൾ എല്ലാം വായിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് സധൈര്യം ഈശ്വരീയത്തിൽ നിന്ന് അണുയിട വ്യതിചലിക്കരുത് എന്നുള്ളൊരു ബോധം ഉണ്ടാവുക. അപ്പോൾ അടുത്ത ശ്ലോകം, തെളിഞ്ഞു കൂമനല്ലാത്ത സർവരും സൂര്യദേവനാൽ കള്ളന്മാർ വിട്ടകിലരും രാജാവാൽ എന്ന പോലവേ. അതായത് ഈ പക്ഷിവർഗത്തിലെ കൂമൻ മാത്രം ഒരു എക്സെപ്ഷണൽ കേസാണ്. തെളിഞ്ഞു കൂമനല്ലാത്ത സർവരും സൂര്യദേവനാൽ കള്ളന്മാർ വിട്ട് അഖിലരും രാജാവാൾ എന്ന പോലവേ. ഇവിടെ സൂര്യനെ രാജാവായിട്ട് കൽപ്പിച്ചു. അപ്പോൾ രാജാവ് ശുഷ്കാന്തിയോടുകൂടി രാജഭരണം നടത്തുന്നുണ്ടെങ്കിൽ കള്ളന്മാരുണ്ടാവില്ല, കൊള്ളക്കാരുണ്ടാവില്ല. അപ്പോൾ അടുത്ത ശ്ലോകം 25. രാമകൃഷ്ണപദാംഭോജമാർന്ന് ഈ ഊഴി സമൃദ്ധമായി മിന്നി പുത്തരി മുമ്പായൊരുത്സവം പൂണ്ട പോലവേ. എന്താ പറഞ്ഞത്? രാമകൃഷ്ണ, രാമൻ്റെയും കൃഷ്ണൻ്റെയും ബലരാമസ്വാമിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും പാദാംഭോജമാർന്ന ഈ ഊഴി സമൃദ്ധമായി, ഭൂമി അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. കാരണം ഒന്നാമത് ഭഗവാൻ അവതാരം ചെയ്തപ്പോൾ മഹാലക്ഷ്മി സന്തോഷപൂർവം ഈ ഗോപാലന്മാരുടെ അല്ലെങ്കിൽ എന്താണെന്ന് പറയാം ഗോപന്മാരുടെ വാസസ്ഥലം വൃന്ദാവനത്തിനെ വളരെ ഗംഭീരമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ രാമകൃഷ്ണപാദാംഭോജം മാർന്ന ഈ ഊഴി സമൃദ്ധമായി മിന്നി പുത്തരി മുമ്പായൊരുത്സവം പൂണ്ട. ഈ പുത്തരി പറഞ്ഞെന്താ? അതായത് ഈ വിള, നെല്ല് അല്ലെങ്കിൽ പാടി അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഗോതമ്പ് ഓട്ട ഒരട്ടീസ്. ആദ്യത്തെ വിള ഈ ഇല്ലം നിറ അങ്ങനെ ഒന്നൊരു പരിപാടിയുണ്ട്. ഒരു ഓടോണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ ചന്ദനോടമായിരിക്കും.
ആ ഓട് അരിമാവിൽ മുക്കിയിട്ട് വാതിലുമ്പിലും കട്ടിലുമ്പിലേക്ക് വെക്കും. അപ്പോൾ അത് ശരിക്കും റൗണ്ടിൽ ലേശം ഇങ്ങനെ ഒഴുകി വീഴും. ഇല്ലം നിറ, വല്ലം നിറ, പത്തായം നിറയ്ക്കുക. അപ്പോൾ ഭഗവാന് നേദിച്ച കതിര് അത് കാശ് കൊടുത്തിട്ടുള്ളതായാൽ അതിന് ഫലമില്ല. അപ്പോൾ പണ്ടൊക്കെ അതാത് ദേവീദേവന്മാരുടെ പാടശേഖരങ്ങളായിരുന്നു എല്ലാം. വ്യക്തികൾക്ക് കമ്മിയായിരുന്നു, അല്ലെങ്കിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്നു. അപ്പോൾ അതാത് ക്ഷേത്രഭൂമിയിൽ വിളയിച്ച നെല്ല് വേണം. അല്ലാണ്ട് കാശ് കൊടുത്ത് നെൽക്കതിര് കൊണ്ടുവന്ന് അതൊരു ആഘോഷ പരിപാടിയാക്കുമ്പോൾ അതിൻ്റെ തനിമ മാറും. അതിനാണ് പുത്തരിക്ക് മുമ്പ് ഉണ്ടാവുന്ന ഒരു ഉത്സവം പൂണ്ട പോലവേ എന്ന് പറഞ്ഞു. വണിക് മുനി നൃപസ്നാദർ, വണിക് കച്ചവടക്കാരെ, മുനി ഋഷികൾ, നൃപസ്നാഥ നേടി വേണ്ടുന്ന കാമ്യതം. അതായത് കച്ചവടം നന്നായി, മുനികൾക്ക് ശോഭിക്കാതെ കൊണ്ട് അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാറായി, രാജാക്കന്മാർക്ക് വേണ്ടത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ എല്ലാവരും വേണ്ട പോലെ കപ്പം കൊടുത്ത് രാജഭണ്ഡാകാരം, റിസർവ് ബാങ്ക് നന്നായി. തക്ക കാലത്തു തൻ പുണ്യദേഹം യോഗികൾ പോലവേ, തക്ക കാലത്ത് വേണ്ടപ്പെട്ട സമയത്ത് പുണ്യദേഹം യോഗികൾ പോലവേ ഈ വണ്ണം അമ്പോടു പരമ്പൊരുൾ, ഈ വണ്ണം അമ്പോട് സ്നേഹം കൊണ്ട് ബഹുമാനം കൊണ്ട്, പരമ്പൊരുൾ ദി സുപ്രീം ഭഗവാൻ, കർമ്മദേശകാല സ്വരൂപി ഭഗവാൻ, കർമ്മദേശകാലം, കർമ്മം ഭഗവാനാണ്, ദേശം ഭഗവാനാണ്, കാലം ഭഗവാനാണ്. സ്വരൂപി ഭഗവാൻ കമലായതാക്ഷൻ, കാലിക്കിടാങ്ങളുടെ പിന്നിൽ അനന്ത ജീവജാലത്തെ മേച്ചു വിളയാടി വിനോദശീലൻ. ആ വാക്ക് ജീവിതത്തിനെ വിനോദമായി കണക്കാക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തമാശയാക്കി എടുക്കണം എന്നല്ല, ആനന്ദമായിട്ട് സ്വീകരിക്കണം എന്നർത്ഥം. അപ്പോൾ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെല്ലാം ഭംഗിയാവും. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ദിഷഷ്ടിതമ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനി ലീലാകാണ്ഡത്തിൽ 63-ാം സർഗം വേണുഗാനം. വളരെ ശ്രദ്ധിക്കണം. ഭഗവാന്റെ ഓടക്കുഴൽ സംഗീതം എന്നർത്ഥം. ചെന്തണ്ടലർ പൂമണമാർന്ന് ഈ വണ്ണം മന്ദാനിലൻ മഞ്ഞിനെ വീശി നിൽക്കേ. ഒരു ആംബിയൻസ് പ്രകടിപ്പിക്കുക. ചെന്തണ്ടലർ പൂമണമാർന്ന് നല്ല താമര മണം ആർന്ന്, മന്ദാനിലൻ മഞ്ഞിനെ വീശി നിൽക്കേ. നല്ലൊരു കുളിർകാറ്റ് അടിച്ചു. താമരയുടെ സുഗന്ധം മുഴുവൻ പരത്തി ഭൂമിയിൽ, അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ. ചങ്ങാതിമാരും ബലരാമനും ചേർന്നണഞ്ഞു വൃന്ദാവനം അംബുജാക്ഷൻ. ഭഗവാൻ തൻ്റെ സഹോദരനായിരിക്കുന്ന ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന ബലരാമസ്വാമിയോടും ഗോകുലവാസികളായ തൻ്റെ സതീർത്ഥ്യന്മാരോടും കൂടി പശുക്കളും കൂട്ടി ഇങ്ങനെ അണഞ്ഞു. പീലി കിരീടം ഭഗവാനെ ഇങ്ങനെ എടുത്ത് അലക്കി എക്സ്പോസ് ചെയ്യണം. എന്താ? പീലി കിരീടം കുളിർ വന്യമാലം കാട്ടുപൂക്കളെ കൊണ്ടായിട്ടുള്ള വനമാല. പീലി കിരീടം കുളിർ വന്യമാലം ചേലാർന്ന ഗോപിക്കുറി, ഭംഗിയോട് കൂടിയിട്ടുള്ള കുറി. മന്ദഹാസം തൂമന്ദഹാസം കോലക്കുഴൽ പൂൺപ്. കോലും കുഴലും. കോലെന്തിനാ? പശുക്കളെ ആട്ടാൻ. കൊമ്പ് എന്തിനാ? വിളിക്കാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോലും കൊമ്പും ഓടക്കുഴലും പ്രധാനമാണ്. അപ്പോൾ കോലക്കുഴൽ പൊൺപി അവ ഏന്തി മിന്നി. അതുകൊണ്ട് അദ്ദേഹം സ്വയം എന്താണെന്ന് പറയുക, ശോഭിച്ചു. നീലാംബുദ ശ്യാമള കോമളാംഗൻ. നീലാംബു നീലമേഘ
നീലമേഘ ശ്യാമവർണ്ണ അല്ലേ, നീലമേഘ ശ്യാമവർണ്ണ പാടുക ആൾക്കാർ. തെളിഞ്ഞ കാളിന്തിയിലും അങ്ങുമിങ്ങും, കാളിന്തി നന്നായിട്ട് ഒഴുകുന്നുണ്ട്. കാളിയം പോയതോടുകൂടി ആർക്കും എപ്പം വേണമെങ്കിലും വെള്ളം കുടിക്കാം, ചാടാം. അപ്പോൾ തെളിഞ്ഞ കാളിന്തിയിലങ്ങുമിങ്ങും തുഴഞ്ഞുമോം പാന്തർ കുതൂഹലത്താൽ, നീന്തലുണ്ട് ആൾക്കാർ. അല്ലെങ്കിൽ ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് വഞ്ചിയിൽ പോണു. തങ്ങൾക്കെഴും തോണികളാ വഴിക്കാം നീങ്ങുന്നതെന്നായറിവീല തെല്ലും. നമ്മുടെ തോണി ഇങ്ങനെ പോണുണ്ട് എന്ന് തന്നെ അറിയില്ല എന്നാ എന്ന് പറഞ്ഞാൽ എന്താ, ഈശ്വരാനുഗ്രഹമുള്ളവർക്ക് ഈ എന്താ പറയുക, ഈ സംസാര സാഗരം ഭഗവാന്റെ പാതാരവിന്ദമാകുന്ന പോതം എന്ന് പറഞ്ഞാൽ തോണി, അത് കാലഗതിയാകുന്ന ഭഗവത് കടാക്ഷമാകുന്ന കാറ്റുകൊണ്ട് തുഴയാതെ കണ്ട് അതിനെ ഇരുന്നാൽ മതി, അക്കരയ്ക്ക് എത്താം എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ജീവിത സൗഭാഗ്യങ്ങളോട് കൂടിയിരിക്കാന്നർത്ഥം. ഇനി ഇതിലും മീത് എന്താ വേണ്ടത്? എന്നെപ്പോലെ എന്തെല്ലാം പ്രതിരോധങ്ങൾ ഉണ്ടായാലും പുല്ലാണേ ഒരു മുദ്രാവാക്യം അല്ലേ? കാരണം എന്താ, ഈശ്വരീയത നിറഞ്ഞു നിൽക്കുമ്പോൾ, ഈശ്വരീയതയുടെ മാർഗത്തിൽ കൂടി ജീവിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നവും വരില്ല. പ്രശ്നങ്ങളൊക്കെ തന്നെ ദ്രവിച്ചില്ലാതെ ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു, തങ്ങൾക്കെഴും തോണികളാ വഴിക്കാം നീങ്ങുന്നതെന്നായറിവീല തെല്ലും. തളിർത്ത പൂന്തോപ്പിൽ മരന്തമുണ്ടു മുരണ്ട്, അതായത് വണ്ടുകൾ. തളിർത്ത പൂന്തോപ്പിൽ മരന്തമുണ്ടു മുരണ്ട്, അതായത് വണ്ടുകൾ മധു ഉണ്ട് മുരണ്ട് വണ്ടിണ്ടകൾ മോളി നിൽക്കേ. അണഞ്ഞിടും പൈക്കളെ നോക്കി അമ്പേന്തിയോടെ കുഴലൂതി. നാഥൻ, എല്ലാവരുടെയും നാഥൻ എവിടെ? ഹൃദയപത്മത്തിൽ. എങ്ങനെ? ബാലാഗ്രശതവാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. അത് മറക്കരുത്. അതാണ് ജീവിതത്തിൻ്റെ ബേസ്. അതറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. തങ്ങൾക്ക് അപ്പോൾ പറഞ്ഞു, അണഞ്ഞിടും പൈക്കളെ നോക്കി. എന്താ സമയമായില്ലോ. കൃഷ്ണനും ബലരാമനും ഈ ഗോകുലത്തിലെ കുട്ടികളും നയിക്കുന്ന പശുക്കൂട്ടം എന്താ വരാത്തത്? പശുക്കൂട്ടം പോയില്ലെങ്കിൽ തിരക്കില്ല, ഉണ്ണി ഇങ്ങോട്ട് വന്നാൽ മതി എന്നാ. ആര്? സാക്ഷാൽ ശ്രീഹരി അല്ലെങ്കിൽ കേശവൻ, ഗോപാലകൃഷ്ണൻ, ബാലകൃഷ്ണൻ അല്ലെങ്കിൽ രാജഗോപാലൻ. എൻ്റെ പേരിന് ഭഗവാൻ എൻ്റെ പേരാട്ടോ. ഇതിലെങ്കിൽ ഇതെന്താ വേണ്ടേ? സരസ്വതി ദേവിങ്കൽ നിന്നോ. അതാണ് ഞാൻ വെറുതെ അല്ല എൻ്റെ പേര് പറഞ്ഞത്. എന്താ എൻ്റെ അനുഗ്രഹം? സരസ്വതി ദേവി. കാരണം എനിക്ക് വേറെ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല എന്നുള്ളത് ഭഗവാൻ അറിയാം. അപ്പം നിനക്ക് എന്തിനാ ബാങ്ക് ബാലൻസ്? എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണില്ലേ? ഉണ്ട് 100 വട്ടം. അപ്പോൾ സരസ്വതി ദേവിയെ തിങ്കൾ നിന്നോ സംഗീതമാധുര്യമലിഞ്ഞു നേടി. സരസ്വതി ദേവിയെ തിങ്കൾ നിന്നോ, അതാരാ? സാക്ഷാൽ ചന്ദ്രൻ, തിങ്കൾ. സംഗീതമാധുര്യമലിഞ്ഞു നേടി അതേ മണിപ്പൂങ്കുഴൽ മെല്ലയൂതി തുടങ്ങി. ഭഗവാൻ തൻ്റെ പൊന്നോമന ചുണ്ടിൽ ആ മുരളി വെച്ച് ഗാനാലപിക്കാൻ തുടങ്ങി. അതേ മണിപ്പൂങ്കുഴൽ മെല്ലയൂതി തുടങ്ങി. വിശ്വൈക കലാവിലോലൻ. ഈ വിശ്വത്തിൽ അദ്ദേഹത്തിനെ പോലെ 64 കലകളും അഭ്യസിച്ച് സാമ്രാട്ടായിരിക്കണം. സാമ്രാട്ട്. അദ്ദേഹത്തിനെ വെല്ലുവിളിക്കാൻ ആരുമില്ല. ഭാഗവതത്തിൽ, അതായത് ഈ 18 പുരാണം എന്നുള്ളതിൽ DC ബുക്സ് ഒരു ഭാഗവതം തരുന്നുണ്ട്. അതിലൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ താൻ തോന്നിയാണെന്നാണ് പറഞ്ഞത്. എന്താ അതിനർത്ഥം? താൻ തോന്നി എന്ന് പറഞ്ഞാൽ അവരവർക്ക് ഇഷ്ടമുള്ള അത് ചെയ്യണ ആളെ. കാരണം അദ്ദേഹം ആരുടെയും കീഴിലല്ല. അദ്ദേഹം ചെയ്യണതൊക്കെ ശരിയാണ് അദ്ദേഹത്തിന്. അതാണ് താൻ തോന്നി, തനിക്ക് തോന്നിയില്ല എന്നർത്ഥം. അപ്പോൾ ആ വാക്കിൻ്റെ നല്ല വശം എടുത്താൽ മതി, പോസിറ്റിവിറ്റി. പറഞ്ഞു സൗണ്ടോ? അപ്പോൾ അതൊക്കെ ഇവിടെ ഓർമ്മ വരികയാണ്. എന്താ? വിശ്വൈക കലാവിലോലൻ. ഈ പ്രപഞ്ചത്തിൽ ഏതെല്ലാം തരത്തിൽ കലകളുണ്ടോ
അല്ലെങ്കിൽ കലകളെന്ന് പറഞ്ഞാൽ ആസാധ്യതയുള്ള കാര്യങ്ങൾ. നർത്തനായിക്കോട്ടെ, നടനായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, ആയോധന കലകളായിക്കോട്ടെ. ആയോധന എന്ന് പറഞ്ഞാൽ യുദ്ധമുറകൾ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതല്ല, എനിക്ക് എൻ്റെ ഡിക്ഷണറിയിൽ ശരിക്കും വരുന്നുണ്ടോ എന്നൊക്കെ ചില കുസൃതികൾ ജീവിച്ചു പോണ്ടേ. അപ്പോൾ വിശ്വൈക കലാവിലോലൻ കുതൂഹലം പൂണ്ടിളകാതെ കർണം കൂർപ്പിച്ചുടൻ ഗോപികൾ കൃത്യമെല്ലാം മറന്നു. അത് വലിയൊരു അവസ്ഥയാണ്. സദാസേവ്യ ഭാഗവതം എന്ന് പറഞ്ഞാൽ അതിൽ അവരവരുടെ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യും. കർമ്മം ചെയ്തത് നമ്മളറിയില്ല എന്ന് പറഞ്ഞാൽ സോ ഈസി. ഇപ്പം ഞാൻ കാലത്തൊരു മണിക്കൂർ അല്ലെങ്കിൽ എബൌട്ട് ഒരു മണിക്കൂർ, ഒരു 40 to 55 മിനിറ്റ്സ് ശ്രീമദ് ഭാഗവതം പറയും മൂലം. ഇപ്പോൾ ഒരു 45-50 മിനിറ്റ്സ് ശ്രീകൃഷ്ണ കഥാമൃതം പറയും. ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് സമയം പോണത്, ഇതിൻ്റെ അപ്പുറം എങ്ങനെയാണ് സമയം പോണത്, ഇതിൻ്റെ ഹാങ് ഓവറിൽ ഇങ്ങനെ പോവും. അതിനുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഫോൺ ചെയ്യും, ഇന്നത്തെ ഗംഭീരമായിട്ടെന്ന് പറഞ്ഞാൽ അടുത്തുണ്ടെങ്കിൽ അയാളെ ഒന്ന് കെട്ടിപ്പിടിച്ച് നമസ്കരിക്കും. ഞാൻ മനസ്സുകൊണ്ട് ഞാൻ നമസ്കരിക്കും. കാരണം എന്താ, നമ്മൾക്ക് കിട്ടുന്ന അവാർഡുകളാണത്. എന്താ അവാർഡ്? നന്നായി, അത് മതി. ആരാ പറഞ്ഞത്? ഒരാത്മാവുള്ള ഒരാളെ, ജീവുള്ള ഒരാളെ. കാശ് കൊടുത്തിട്ടല്ലല്ലോ നമ്മൾ അവാർഡ് വാങ്ങണത്. അപ്പോൾ കുതൂഹലം പൂണ്ടിളകാതെ കർണം കൂർപ്പിച്ചുടൻ ഗോപികൾ കൃത്യമെല്ലാം മറന്ന്. അപ്പം നമ്മൾ ആ വൃന്ദാവനത്തിൻ്റെ ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താ, നടുവിൽ റോഡ് അല്ലെങ്കിൽ നടപ്പാത, 2 ഭാഗത്തും വീടുകൾ, അതിനാണ് ഗ്രാമം എന്ന് പറയാം. നമ്മളൊരാളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളെ കണ്ടതായിട്ട് ഗോപികമാർ ശ്രദ്ധിക്കുന്നില്ല. ഗോപികമാരൊക്കെ ഭഗവാന്റെ പുല്ലാങ്കുഴൽ നാദം എത്രത്തോളം അടുത്തേക്ക് വരുന്നുണ്ടെന്നാണ് ശ്രമിക്കണത്. എല്ലാവരും ഒരേ ദൃഷ്ടിയിലാണ്. അല്ല, വടക്ക് നോക്കിയ യന്ത്രം മാതിരി ഏത് ഭാഗത്തുകൂടെ ഭഗവാൻ വരേണ്ടത്. നമ്മൾ 10 ആൾ പോയാലും ഇനി സാക്ഷാൽ കംസമഹാരാജാവ് നടന്നാലും അവർക്ക് പ്രശ്നമല്ല. അവർ കാത് കൂർപ്പിച്ച് ഭഗവാനെ ശ്രദ്ധിക്കുകയാണ്. അത് നമ്മൾക്ക് കാണാൻ കഴിയണം, അനുഭവിക്കാൻ സാധിക്കണം. അതാണ് കുതൂഹലം പൂണ്ട്, സന്തോഷാധിക്യം കൊണ്ട് ഇളകാതെ. സ്റ്റാൻഡ് സ്റ്റിൽ, സ്റ്റാച്യു, കുട്ടികൾ കളിക്കില്ലേ സ്റ്റാച്യു. ഇളകാതെ കർണം കൂർപ്പിച്ചുടൻ, അതായത് കാത് കൂർപ്പിച്ചുടൻ ഗോപികൾ കൃത്യമെല്ലാം മറന്ന്. സമയം എന്തായി, എന്തൊക്കെ ജോലി ചെയ്യാൻ ബാക്കിയുണ്ട്, ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അപ്പോൾ വിശ്വൈക വിശുദ്ധമാം മുകുന്ദ ബിംബാധര സീതുലേശം. എന്താണ്? വിശുദ്ധമാം ആ മുകുന്ദ ബിംബാധര സീതുലേശം. ഭഗവാന്റെ തേൻചുണ്ടിൽ വെച്ചമർത്തിയിട്ടുള്ള പുല്ലാങ്കുഴലിൽ നിന്ന് വരുന്ന കർണമാധുര്യമുള്ള സുധാസമൃതമായ എന്ന് പറഞ്ഞാൽ അമൃതോപമമായ ഗാനം, ഒരു പീസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ഇവിടെ എന്തൊക്കെയുണ്ട്? വിശുദ്ധ സ്വരസ്നാനക ഗംഭീരാണ്. വിശുദ്ധ വിശുദ്ധമാം മുകുന്ദ ബിംബാധര, മുകുന്ദൻ്റെ ബിംബം ശരീരത്തിൽ, അധരം ചുണ്ട്, സീധുലേശം, അതിൻ്റെ ഒരു ലേശം ഗാനം കേൾക്കുക. അപ്പം ധാരാളമായി ഇതാ ലേശം കേട്ടാൽ മതി. കാതിൽ തെറിച്ചുജ്വലമായ ദിവ്യകാമത്തിനാൽ മിന്നിടും മുൾക്കുരുന്നാൽ. അതാണ് കേട്ടാൽ ഈ കതിനയ്ക്ക് തീ കൊളുത്തുന്ന മോഡത്തിൽ, അല്ലെങ്കിൽ ഡൈനാമിറ്റ്, അല്ലെങ്കിൽ 10-18 നില പൊട്ടുന്ന അമിട്ടിന് തീ പൊളിച്ച് അങ്ങനെ ഉണ്ടാവും, കൊളുത്തി അങ്ങനെ ഉണ്ടാവും. കാതിൽ തെറിച്ച ഉജ്ജ്വലമായ ദിവ്യകാമത്തിനാൽ. ഡിവൈൻ കാമം എന്നാ. എന്താ ഡിവൈൻ കാമം എന്ന് പറഞ്ഞാൽ? ഈശ്വരനെ പ്രാപിക്കൽ തന്നെ, ഈശ്വരനെ പ്രാപിക്കുക. അപ്പോൾ ദിവ്യകാമത്തിനാൽ മിന്നിടും ഉൾക്കുരുന്നാൽ. ഉൾക്കുരുന്നെന്ന് പറഞ്ഞാൽ മനസ്സ്. കാർവർണ്ണനെ തന്നെ പുണർന്നു കോരിത്തരിച്ചുകൊണ്ട് ഈ വിധമോതിമില്ലേ. അവരുടെ ഒരു പ്രസ്താവനയാണ് അടുത്ത ശ്ലോകത്തിൽ.
കാർവർണ്ണനെ തന്നെ, ശ്രീകൃഷ്ണനെ തന്നെ, ഓമനക്കുട്ടനെ തന്നെ, ബാലഗോപാലനെ തന്നെ, മുരളീധരനെ തന്നെ, പൂതനാഹാരിയെ തന്നെ, ശകടാസുരവധം ചെയ്ത കോമളാങ്കൻ തന്നെ, പിന്നെയോ തൃണാവർത്തഹരനാം ഭഗവാൻ തന്നെ. അല്ലേ? എന്തപ്പോ സമയമുണ്ടല്ലോ, എൻ്റെ കയ്യിലല്ലേ സമയം. ബകാസുരവധം ചെയ്ത ഭഗവാൻ തന്നെ, അകാസുരന് മോക്ഷം കൊടുത്ത ഭഗവാൻ തന്നെ, കാളിന്തി കാളിയ മത ലഘു കാളിയൻ്റെ മതം പോക്കിയ ഭഗവാൻ തന്നെ ഒക്കെ ഒരാളാണ്. അപ്പോൾ കാർവർണ്ണനെ തന്നെ പുണർന്നു കോരിത്തരിച്ചു. നോക്കൂ, നമ്മുടെ മാനസികാവസ്ഥയാണത്. എൻ്റെ ഉള്ളിൽ ഇപ്പോൾ നടന്ന് ഗോകുലത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന പുല്ലാങ്കുഴലൂതി കമനീയ രാഗം പൊഴിക്കുന്ന ഭഗവാൻ എൻ്റെ ഉള്ളിലുണ്ട്. ഞാനിതാ 2 കൈ കൊണ്ടും വാരി പുണരുന്നു. നിങ്ങൾക്ക് എന്താ ചെയ്തത്? ചോദിക്കൂ പരസ്പരം. ഭഗവാനെ ആരാധിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും പലതരത്തിൽ. കാർവർണ്ണനെ തന്നെ പുണർന്നു കോരിത്തരിച്ചുകൊണ്ട് ഈ വിധം മോതിമെല്ലെ കണ്ണിനുണ്ടാം പരമഫലം എന്തോർക്കിലാ മന്ദഹാസം. എന്താ ചെയ്യുക? അനുഭവിക്കുക. കണ്ണിനുണ്ടാം പരമഫലം എന്തോർക്കിൽ ആ മന്ദഹാസം. ആലോചിച്ച് നോക്കിയാൽ വേറൊന്നും വേണ്ട. ആ ഗോപാലകൃഷ്ണൻ്റെ മന്ദഹാസത്തിനെ വെല്ലാൻ ഈ ഭൂമിയിലെ ഒരു കാര്യത്തിനും നടക്കില്ല, ഒരാൾക്കും പറ്റില്ല. കണ്ണിനുണ്ടാം പരമബലം, ദി എക്സ്ട്രീം, ദി സുപ്രീം, അതിനേക്കാൾ വലിയൊരു ഫലമില്ല. ഭഗവാന്റെ മൂർത്തിനെ, ശരീരത്തിനെ കാണുക, അനുഭവിക്കുക മനസ്സിൽ. കണ്ണിനുണ്ടാം പരമബലം എന്തോർക്കിൽ മന്ദഹാസം ചിന്നും നന്ദാത്മജനുടെ മനോജ്ഞ ആനനം എന്ന് പറഞ്ഞ മുഖം എന്നർത്ഥം. മനോജ്ഞ, മനസ്സിന് അറിവുണ്ടാക്കുന്നത് എന്ന അർത്ഥം വരിക അല്ലേ? മനോജ്ഞൻ അല്ലെങ്കിൽ മനസ്സിൽ അജ്ഞത തീർക്കുന്നവൻ. അപ്പോൾ മനോജ്ഞ ആനനം കാണൽ മാത്രം. ഒന്ന് കണ്ടാൽ മതി, വേറൊന്നും വേണ്ട. വഴി കൂടെ നടന്നു പോവാണ് അദ്ദേഹം നമ്മളെ ശ്രദ്ധിച്ചോ എന്നുള്ളത് പ്രശ്നമല്ല. അദ്ദേഹത്തിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഭഗവാനെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മളെ മനസ്സിലുണ്ടെന്ന് അങ്ങോട്ട് ധരിക്കുക. ചിന്നും നന്ദാത്മജനുടെ മനോജ്ഞ ആനനം കാണൽ മാത്രം. കർണങ്ങൾക്കോ കളമുരളിയിൽ കൂടിയമ്പാർന്നൊഴുക്കും പുണ്യോൽഗീതാമൃതമധുരമാസ്വാദമൊന്നേ ജഗത്തിൽ അല്ലെങ്കിൽ ജഗത്തിൽ സദാ ഒന്നേ ജഗത്തിൽ. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നുകൂടി പറയാം. കണ്ണിനുണ്ടാം പരമബലം എന്തോർക്കിൽ ആ മന്ദഹാസം ചിന്നും നന്ദാത്മജനുടെ മനോജ്ഞ ആനനം കാണൽ മാത്രം. കർണങ്ങൾക്കോ കളമുരളി എന്ന് പറഞ്ഞാൽ ഓടക്കൊടലെ കൂടി അമ്പാർന്നൊഴുക്കും പുണ്യോൽ ഗീതാമൃതമധുരമാസ്വാദമെന്നോ ജഗത്തിൽ. ഇവിടെ ഒരു കാര്യം പറയണം, എനിക്ക് എൻ്റെ ഗുരുനാഥനിൽ കിട്ടിയത്. ഭഗവാന്റെ മുരളിയിൽ നിന്ന് ആദ്യം വരുന്ന ശബ്ദം ഹ്രീം. ആ ഒരു സാ പാസ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഹ്രീം എന്നൊരു ശബ്ദം വരും. ഈ ഹ്രീം എന്ന് പറഞ്ഞത് കാമരാജമന്ത്ര, കാമനകളെ അതിജീവിച്ചത്, കാമങ്ങളില്ലാത്തൊരവസ്ഥ, തുര്യാണ്, ഇഴുകിച്ചേരല. ഭക്തനും ഭഗവാനും ഭക്തിയും കൂടിയിട്ട് ഇഴുകിച്ചേരലാണ് ഹ്രീം. പിന്നെ ഭഗവാനോട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആ ശബ്ദം ഹ്രീം എന്ന് ആര് ധരിക്കണു അവരൊക്കെ രക്ഷപ്പെട്ടു. അത് എന്തോ തെച്ചി മന്ദാരം തുളസിയാണോ ഭഗവാൻ വായിച്ചത്, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അത് ലൗകിക. ഹ്രീം എന്നാണ് എന്ന ഗുരുമുഖത്തിൽ നിന്ന് കിട്ടിയാൽ നമ്മൾ ജയിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് കർണങ്ങൾക്കോ കളമുരളിയിൽ കൂടി അമ്പാർന്നൊഴുക്കും പുണ്യോൽ ഗീതാമൃത. അമൃത പുണ്യാൽ ഗീത അമൃത മധുരിമ ആസ്വാദമൊന്നേ ജഗത്തിൽ. അത് ആസ്വദിക്കാൻ സാധിക്കണം.
പീലിക്കാർ കുന്തലും അഴകഴും ഗോപിയും ഗോപിമാർ തൻ മാലാറ്റിടും. ഗോപിമാർ മാലാറ്റിടും എന്ന് പറഞ്ഞാൽ അവരുടെ വിഷമങ്ങളെ ഇല്ലാതെ കണ്ടാക്കുന്നവൻ. പുത്രസ്നേഹം, ഐദർ സ്പൗസ് സ്നേഹം, ഇൻലോസ്, വാട്ടെവർ ഇറ്റ്, അവൻ തൻ്റെ വീട്, തൻ്റെ ഭർത്താവ്, തൻ്റെ ഭാര്യ, അതൊന്നുമില്ല, ഭഗവാൻ മാത്രം, എല്ലാം ഭഗവാൻ മാത്രം. അപ്പോൾ പീലിക്കാർ കൂന്തലും അഴകഴും ഗോപിയും ഗോപിമാർ തൻ മാലാറ്റിടും മരതകമണി ശ്യാമള പൂവൽമീയും, ഭഗവാന്റെ പൂവൽമീയും. നീലത്താരിന്നിയലും ഇതളോ, നീലത്താരിന്നിയലും ഇതളോ, നീലത്താമരയുടെ ഒരു ഇതളാണോ അദ്ദേഹം. നീലത്താരിന്നിയലും ഇതളോടൊത്തൊരാ നീണ്ട കണ്ണ്, ഇത് ശരീരത്തിനല്ല, ഒരു കണ്ണിൻ്റെ നീള പറഞ്ഞത്. നീലത്താരിന്നിയലും ഇതളോടൊത്തൊരാ നീണ്ട കണ്ണിൻ ചേലും ചേതോഹരമധുര മല്ലാതെ എന്തോതുവാനാം. ചേതോഹരം, ചേതസ്, ചേതോഹരം, മാലിന്യങ്ങളെ ഹരിക്കുന്നതായ അതുലമല്ലാതെ, ചേതോഹരം അതുലമല്ലാതെ, മലമല്ലാത്തത് എന്ന് പറഞ്ഞാൽ എന്താ, മലമല്ല, ചളിയില്ലാത്തത്, നിർമ്മലം അല്ലാതെന്തോതുവാന, വേറൊന്നും പറയാനില്ല. മിന്നും പീലി തിരുമുടിയണിഞ്ഞ് ഏട്ടനോടൊത്ത്, മിന്നും പീലി തിരുമുടിയണിഞ്ഞ് ഏട്ടനോടൊത്ത് കാതിൽ കൊന്നപ്പൂവിൻ കുലയുമഴകിൽ. കാതിലെ കൊന്നപ്പൂവിൻ്റെ ഒരു കൊലയാണ് വെച്ചിരുന്നത്, കൊന്നപ്പൂവ്. നോക്കൂ, മിന്നും പീലി തിരുമുടിയണിഞ്ഞേട്ടനോടൊത്തു കാതിൽ കൊന്നപ്പൂവിൻ കുലയുമഴകിൽ ചൂടി ആ കോമളാങ്കൻ പൊന്നിൻ ചേലേന്തിയ. ഒരു സ്വർണ്ണ വിഗ്രഹം വരികയാണോ? കാരണം എന്താ, ഈ കൊന്നപ്പൂവിൻ്റെ ഇത്. പൊന്നിൻ ചേലേന്തിയ കസവണി പട്ടുടുത്ത് ആൽ ചുവട്ടിൽ ചിന്നും മന്ദസ്മിതമുടമരും കാഴ്ചയെ കാഴ്ചമന്നിൽ. വേറെ ഒരു കാഴ്ചയ്ക്കും ഇത്ര രസമില്ല എന്നാണ്. ആലിൻ്റെ ചുവട്ടിൽ തൻ്റെ ജ്യേഷ്ഠനോടൊത്ത്, തൻ്റെ പൈക്കിടാങ്ങളോടൊത്ത് പീലി തിരുമുടി നന്നായി ചീന്തി വെച്ച് കാതിൽ കൊന്നപ്പൂവൊക്കെ വെച്ച് മരതകം. അപ്പോൾ ഗോപിമാർ തന്മാലാറ്റിടും മരകതമണി. അല്ല, അതിന് മുമ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പം മിന്നും പീലി തിരുമുടി അണിഞ്ഞേട്ടനോടൊത്തു കാതിൽ കൊന്നപ്പൂവിൻ കുലയുമഴകിൽ ചൂടിയ കോമളാങ്കൻ പൊന്നിൻ ചേലേന്തിയ കസവണിപ്പട്ടുടുത്ത് ആൽ ചുവട്ടിൽ ചിന്നും മന്ദസ്മിതമുടമരും കാഴ്ചയേ കാഴ്ചമന്നിൽ. അടുത്ത ശ്ലോകം, വലിയ വലിയ ശ്ലോകങ്ങൾ, അടുത്ത പൊന്നില്ല, വേണ്ട, നമുക്കെന്താ ആഞ്ഞു പിടിക്കന്നെ. ആലിൻ ചോട്ടിൽ ചെറുതരമലുക്കാർന്ന പീലി കിരീടം. ആലിൻ ചോട്ടിൽ ചെറുതരം അലുക്കാർന്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂങ്ങി നിൽക്കണത്. ഈ ആനപ്പുറത്തുള്ള കോടയുടെ ആ മിന്നി തൂങ്ങി നിൽക്കണതല്ലേ അകലെ, അതിനാണ് അലുക്ക് എന്ന് പറയും. അപ്പോൾ ചെറുതരം അലുക്കാർന്ന പീലി കിരീടം ചേലിൽ ചെറ്റൊന്ന് അയിസഹിത ചിരിച്ച മനോമോഹനാങ്കൻ. ചേലിൽ ചെറ്റൊന്ന് സഖി ചിരിച്ച മനോഹലാങ്കൻ. തലയൊന്നിങ്ങനെ ചരിച്ച് പിടിച്ച് കാലിക്കോലും കളമുരളിയും കയ്യിലേന്തി പ്രപഞ്ചം പാലിച്ചിടാൻ മതിയതുവിധം. ഇദ്ദേഹം മതി, ഇദ്ദേഹമാണ് ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കണതെന്നാണ്. മതി അതുവിധം നിൽപ്പതുണ്ടാകുമിപ്പോൾ. ഇതൊക്കെ ഭാവനയാണ്. ഗോപസ്ത്രീകൾ പരസ്പരം പറയാണ്. ഓരോ ശ്ലോകം ഓരോ ഗോപിമാരുടെയാണ്. അതൊക്കെ ഭഗവാനെ വർണ്ണിക്കണതാണ്. അപ്പോൾ നീ നിച്ചേലും തൻ തിരുവുടലൊരു മുന്ന ചങ്ങാതിമാർത്തൻ. നിച്ചേലും ഭംഗിയുടെ എന്നർത്ഥം. നിച്ചേലും തൻ തിരുവുടലൊരു മുന്ന ചങ്ങാതിമാർത്തൻ മെച്ചം മറ്റാർക്കുലകിൽ. അതായത് ഭഗവാനോട് ഒരുമി നിൽക്കുന്ന തൻ്റെ പ്രിയ
ചങ്ങാതിമാരെക്കാൾ ഭാഗ്യം ചെയ്തവർ ഈ ലോകത്തില്ല. അത് കണ്ട് അനുഭവിക്കുന്ന നമ്മളെക്കാൾ ഭാഗ്യം ചെയ്തവർ വേറില്ല. നിശ്ചയിലും തൻ തിരുവുടലുരുമുന്ന ചങ്ങാതിമാർ തൻ മെച്ചം മറ്റാർക്കുലകിൽ ഇല്ല, മറ്റാർക്കുമില്ല. അതിനെ പറ്റിയോതേണ്ട തോഴി, അതിനെപ്പറ്റിയൊന്നും പറയണ്ടോ താൻ? എനിക്കറിയാവുന്ന പറ്റിയോ അതിനെ പറ്റിയോതേണ്ട തോഴി, തൃച്ചുണ്ടാർന്ന് ഈ മുരളി ദിനവും നമ്മൾ ആശിച്ചു പോരും. സദാസമയവും അദ്ദേഹത്തിൻ്റെ ഓമനച്ചുണ്ടിൽ ചേർത്ത് പിടിച്ചിട്ടുള്ള മുരളി ഒന്ന് നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു. നമുക്ക് ഈ വെളിച്ചപ്പാടുമാർ തിരിയൊഴിയില്ല. അതേപോലെ ഭഗവാന്റെ ചുണ്ടിൽ അമർത്തി വെച്ചിട്ടുള്ള മുരളി നമുക്കൊന്ന് കിട്ടിയാൽ നമുക്ക് ശരീരമാകെ ഒന്ന് കുളിർമ ചെയ്യാം. അത്ര അവർ അഗാധ പ്രേമത്തിലാണ്. ഡിവൈൻ പ്രേമെന്ന് മാത്രം, ആധ്യാത്മികമാണ് പ്രേമം. ദിനവും നമ്മളാശിച്ചു പോരും സച്ചിൻ മാധീര സമലിവിയൻ ആസ്വദിപ്പൂയതേഷ്ടം. അദ്ദേഹം ആസ്വദിക്കുകയാണ്, ജീവിതം ആസ്വദിക്കുകയാണ്. സച്ചിൻ മാധീര സമലിവിയൻ ആസ്വദിപ്പൂയതേഷ്ടം. ഈ ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടും ഭാഗവത ഗ്രന്ഥം എന്ന് മൊത്തത്തിൽ പറയാം. ശ്രീകൃഷ്ണ കഥാമൃതം അത് ഭാഗവതം തന്നെ. ഈ ഭാഗവതം ഉണ്ടായിട്ടും ഭഗവാൻ അതിൽ വാഗ്മയി സ്വരൂപനായിട്ട് ഇരുന്നിട്ടും നമ്മൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കാടത്തരം എന്നല്ലാണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്നെ ക്ലോസ് ആംഗിളിൽ അറിയുന്നവർക്കറിയാം ഞാൻ എങ്ങനെയാണ് രസാനുഭൂതി എന്ന് പറഞ്ഞാൽ DC ബുക്സിലെ രസം എന്ന് പറഞ്ഞാൽ അറിവെന്നാ, എസൻസ്, രസം, വേദം എന്നർത്ഥം. അപ്പോൾ ഇന്നോളം നാം അജിതനെ അണഞ്ഞേറിലാളിച്ചു പോരാണെന്നോർക്കാതെ ആ മുരളി നോക്കൂ. ഇന്നോളം, ഇന്നേ വരെ നാം അജിതനെ, ജനിക്കാത്തവൻ എന്നർത്ഥം, എവർ പ്രിവൈഡിങ് അല്ലെ ആൾ പ്രിവൈഡിങ്, നാം അജിതനെ അണഞ്ഞ് ഏറെ ലാളിച്ച പേരാണെന്നോർക്കാതെ മുരളി. നമ്മളൊക്കെ ആ കുട്ടീനെ എത്ര വാത്സല്യത്തോട് കൂടിയിട്ടാണ് കൊണ്ട് നടന്നിട്ടത്. ആ മുരളിക്ക് അറിയോ അതെന്നാ? ആ ഓടക്കുഴലിന് അതറിയോ? ഓടക്കുഴൽ വിചാരിക്കണോ ഞാനാണ് ഭഗവാന്റെ ചുണ്ടിൽ അമർന്നിരിക്കണത്, ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ആരാന്നുള്ളത് ഈ മുരളിക്ക് അറിയോന്നോ ചോദിക്കണത്. ഈ മുരളി എന്ന് പറഞ്ഞാൽ അയലോക്കത്തെ മുരളിയല്ല, ഭഗവാന്റെ ഓടക്കുഴലിന് അറിയോന്നാ. ഇന്നോളം നാം അജിതനെ അണഞ്ഞേറിലാളിച്ച പേരാണെന്നോർക്കാതെ മുരളി, മുകിൽ വർണ്ണന്റെ വക്രാരവിന്ദം കർണത്തിൽ ചെന്നളവ് പലതും മൂളി ഉച്ചയ്ക്കുപോലും തന്നെത്താനങ്ങിനെ അനുഭവിക്കുന്നു വൃന്ദാവനത്തിൽ. പറയാൻ പറ്റില്ല ആ അവസ്ഥ, സ്ത്രീകളുടെ മാനസിക അവസ്ഥ. ആ ഒരു ആദ്യത്തെ 2-3 ലൈൻ അത്ര ഹൃദയസ്പർശ. ഇന്നോളം നാമജിതനെ അണഞ്ഞേറെ ലാളിച്ച പേരാണെന്നോർക്കാതെ മുരളി. ഇവരുടെ ഈ ഭാവം ഭഗവാൻ അറിയുന്നുണ്ട് കേട്ടോ. ഭഗവാനാണല്ലോ പറയണത്, വേദവ്യാസനാണല്ലോ പറയണത്. അല്ലെങ്കിൽ 6-7 കൊല്ലം പൊന്നോമനക്കുട്ടനെ കാലത്ത് 3 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ ചീഫ് പ്രീസ്റ്റായിരിക്കുന്ന താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിപ്പാടിൻ്റെ വാക്കുകളെ അല്ലേ ആലോചിച്ച് നോക്കൂ. 6-7 വർഷം. മുകിൽ വർണ്ണൻ്റെ വക്രാരവിന്ദം കർണത്തിൽ ചെന്നളവ് പലതും മൂളിയും ഉച്ചയ്ക്കുപോലും തന്നെത്താനങ്ങിനെ ഉച്ചയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ട സമയം എപ്പോഴും അനുഭവിക്കുന്നു വൃന്ദാവനത്തിൽ. തൃക്കൈ താരാൾ തൊഴിയിടും ഇവൻ. തൃക്കൈ താരാൾ, താമരവള്ളി സദൃശമായ കോമള അങ്കൻ. തൃക്കൈ താരാൾ തഴുകിടുമിവൻ ചെയ്തതാം പുണ്യമെന്തേ. ഈ ഓടക്കുഴലിനെ ഭഗവാൻ എത്ര പ്രാവശ്യം തഴുകണത്.
ആലോചിച്ചു. അരയിൽ തിരുകുണു അദ്ദേഹം എപ്പോഴും തൻ്റെ ശരീരത്തിനോട് ഒട്ടിയിട്ടാണ് ഓടക്കോഴിൽ ഇരിക്കുന്നത്. തൃക്കൈത്താരാൽ തഴുകിടും ഇവൻ ചെയ്തതാം പുണ്യമെന്തേ നാർക്കോതിടാം. ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ അനുഭവിക്കുന്ന ആനന്ദം, ഞാൻ അനുഭവിക്കുന്ന അനുഭവരസം എന്താണെന്ന് വേറൊരാൾക്ക് പറയാൻ പറ്റില്ല. അതുക്കും മേലെ, അതുക്കും മേലെ, എതുക്കും മേലെ എന്ന് പറയാം, എല്ലാറ്റിനും മേലെ. കാരണം ആർക്കോതിടാം ആർക്കും പറയാൻ പറ്റില്ല. എനിക്ക് തന്നെ ഞാൻ അനുഭവിക്കുന്ന അനുഭൂതി എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ടാണ് തൃക്കൈത്താരാൽ തഴുകിടും ഇവൻ ചെയ്തതാം പുണ്യമെന്തെന്നാർക്കോതിടാം അറിയുകിൽ അതും ചെയ്തിടാം. ആയിരുന്നു ചിൽക്കാമ്പൂതും ചെറുമുരളിയെ ചെന്നു ഞാനിന്നു തൃക്കൻ പാർക്കാതെ മട്ടിലും ഉടനൊളിപ്പിച്ചിടും തീർച്ചയായും. ഒരു ഗോപസ്ത്രീ പറയാം, ആ മുരളിയെ ഞാൻ എങ്ങനെയെങ്കിലും ഇന്ന് കവരും. നോക്കൂ, തൃക്കൈത്താരാൽ തഴുകിടും ഇവൻ ചെയ്തതാം പുണ്യമെന്തെന്നാർക്കോതിടാം അറിയുകിൽ അതും ചെയ്തിടാം. ഞാൻ അങ്ങനെയുള്ള പുണ്യം ചെയ്യാം. ഏതേ ഈ ഓടക്കുഴൽ ചെയ്തിട്ടുള്ള പുണ്യം എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയൂ, ഞാനത് ചെയ്യാം. എനിക്ക് അത് അനുഭവിക്കണം. എന്നിട്ടോ ചെയ്തിടാം. ആയിരുന്നു ചിൽക്കാമ്പൂതും, ആ ഇരുന്ന് ഭഗവാൻ ഇരുന്ന് ചിൽക്കാമ്പൂതും ചെറുമുരളിയെ ചെന്നു ഞാൻ ഇന്നു തൃക്കൺ പാർക്കാതെ. ഭഗവാന്റെ ശ്രദ്ധയില്ലാത്ത സമയത്ത് ഞാൻ അതിനെ കക്കുന്ന പറഞ്ഞത് അല്ലേ? തൃക്കൺ പാർക്കാതെ എമ്മട്ടിലും ഉടനൊളിപ്പിച്ചിടും. ഭഗവാന്റെ കൺവട്ടത്തിൽ പെടാതെ കണ്ട് ഞാൻ അതിനെ സ്വന്താക്കും. ഒരു ഗോപശ്രീ പറയാ, തീർച്ചയായും ഉറപ്പിച്ചു, ഇന്നത്തോടുകൂടി ആ മുരളീനെ ഞാൻ സ്വന്താക്കുന്ന. ആലോചിച്ച് നോക്കൂ. എന്നല്ല ഇന്ന് മൃദുമുരളിയെ തങ്ങൾ വർഗത്തിലുള്ളോനെന്നോർത്ത് അമ്പാർന്ന വിടമരുവും പുണ്യവൃക്ഷങ്ങളെല്ലാം. ഇന്ന് ഈ വേണുഗാനം പൊഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന വൃന്ദാവനത്തിലെ മുളംകൂട്ടങ്ങളെല്ലാം രക്ഷപ്പെട്ടു. അയാളുടെ ഒരു കഷ്ണമാണല്ലോ, അവരുടെ ഒരു കഷ്ണമല്ലേ അദ്ദേഹം ഊതണത്. എന്താ പറഞ്ഞത്? എന്നല്ല ഇന്ന് മൃദുമുരളിയെ തങ്ങൾ വർഗത്തിലുള്ളോനെന്നോർത്ത് അമ്പാർന്ന അവിടമരുവും പുണ്യവൃക്ഷങ്ങളെല്ലാം കണ്ണീർ തൂകി കരയിൽ നിറയെ കോൾമയിർ കൊണ്ടുകൊണ്ട്. കണ്ണീർ തൂക്കി കരയിൽ കണ്ണീർ തൂകിക്കരയിൽ നിറയെ കോൾമയർ കൊണ്ടുകൊണ്ടേ നിന്നിടുന്നു സുരിചിതമെഴും ഭക്തവൃന്ദങ്ങൾ പോലെ. ഭക്തവൃന്ദങ്ങൾ എങ്ങനെയാണ് ഭഗവാന്റെ ഓടക്കുഴലിൽ നിന്ന് വരുന്ന മൃദുല ഗാനം കേട്ട് അമരത്വത്തെ പ്രാപിച്ച് ശിഥിലീകരിക്കാതെ കണ്ട് ആടിക്കൊണ്ടിരിക്കുന്നത്? എന്തു കഴിച്ചാൽ ആടുക? നല്ല മധു അല്ലേ? തേനധികം കഴിച്ചാൽ ആടും. അതേമാതിരി അവസ്ഥ. അങ്ങനെയാണ് മുളംകൂട്ടങ്ങൾ എന്നുള്ളത്. ഞാൻ വൃന്ദാവനത്തിൽ പോയില്ല, ഞാൻ പോവില്ല. കാരണം എന്താ? ഞാൻ ഈ ഏതാനും പേജുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ആദ്യം മുതൽക്ക് അവസാനം വരെ, പിന്നെയും ആദ്യം മുതൽക്ക് അവസാനം വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഭാഗവതത്തു കൂടെ. ഇനഫ് മീൻസ് ഇനഫ്. എനിക്ക് വേറെ ഒരു സ്ഥലത്തും പോകേണ്ട ആവശ്യമില്ല. ഞാൻ ദോംബിവില്ലിൽ ക്ലാസ് എടുക്കുമ്പോൾ വളരെ അധികം ആൾക്കാർ വരൂ, ചേച്ചീനെയും കൊണ്ടുപോവാം, കുടുംബസമേതം കൊണ്ടുപോവാം. ഈ ഒരു
അനുഭവം മതി. എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ആനന്ദിക്കാം, എനിക്ക് ആനന്ദക്കണ്ണീര് തൂവാം. എൻ്റെ സ്വാതന്ത്ര്യമാണത്. 10 പൈസ ചിലവിൽ എനിക്ക് എല്ലാ കാര്യം ഭഗവാൻ വാനോളം നന്നാക്കി തന്നിട്ടുണ്ട്. പിന്നെന്താ? അപ്പോൾ ഭക്തവൃന്ദങ്ങൾ പോലെ മിന്നും പൊൻകിങ്ങിണിയഴും മരക്കെട്ടിലും തോളിലും താനെന്നും മന്ദം മലരണിമണി പട്ടുവാർ മെത്തമേലും. മിന്നും പൊൻകിങ്ങിണിയഴും അരക്കെട്ടിലും തോളിലും താനെന്നും മന്ദം മലരണിമണി പട്ടുവാർ മെത്തമേലും ഒന്നിച്ച് അമ്പാർന്ന അധരസുതമോന്തിയിടും ഈ വേണുവിന്. അദ്ദേഹം മറന്നു കിടന്നിട്ടും മെത്തമേൽ മറന്നു കിടന്നിട്ടും പിന്നെ എന്താ പറയുക, ഓടക്കോഴിൽ വിളിക്കും. എന്നും മന്ദം മലരിണമണി പട്ടുവാർ മെത്തമേലും ഒന്നിച്ച് അമ്പാർന്ന് അധരസുധ. അധരത്തിൽ നിന്ന് പൊഴിക്കുന്ന അമൃതം സമാനമായ വാക്കുകൾ, അല്ലെങ്കിൽ ഗാനത്തിൻ്റെ ശീലുകൾ. അതാണ് മലരിണമണി പട്ടുവാർ മെത്തമേലും ഒന്നിച്ചമ്പാർന്ന അധരസുതമോന്തിയിടുമേ. ഈ സീടും അധരസുതമോന്തിയിടും ഈ വേണുവിനുൾ ചിന്നിക്കേൾക്കും ലഹരി. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, ലഹരി. അതൊരു ലഹരിയാണ്. സംഗീതം ഒരു ലഹരിയാണ്, വാദ്യം ഒരു ലഹരിയാണ്, തനിയാവർത്തനം ഒരു ലഹരിയാണ്. അപ്പോൾ സുതമോന്തിയിടും ഈ വേണുവിനുൾ ചിന്നിക്കേൾക്കും ലഹരി ഇതകം തെങ്ങും ആനന്ദവായ്പ് തന്നെ. 1 തരം 2 തരം 3 തരം ആനന്ദവായ്പ് തന്നെ. നാദബ്രഹ്മാമൃതമൊഴുകും. നാദം ബ്രഹ്മമാണ്, ഓങ്കാരം ബ്രഹ്മവാചകമാണ്. അപ്പോൾ നാദബ്രഹ്മാമൃതമൊഴുകും നാദബ്രഹ്മാമൃതം ഒഴുകുമാറ് ആഭിതം നാഥൻ അമ്പാർന്ന് ഊതിക്കേൾക്കും മധുരമുരളിക്കൊത്ത് നൃത്തം മനോജ്ഞം. അദ്ദേഹത്തിൻ്റെ വേണുഗാനത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്ന ഗോകുലവാസികൾ അല്ലേ, ആലോചിച്ച് നോക്കൂ. നാദബ്രഹ്മാമൃതമൊഴുകുമാറാഭിതം നാഥൻ അമ്പാർന്നൂതി കേൾക്കും മധുരമുരളിക്കൊത്തു നൃത്തം മനോജ്ഞം. മാതം പൂണ്ട് മയിലുകൾ തുടർന്നിടും ഈ മാധവശ്രീ. മാധവ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഭർത്താവ് എന്നാ, മാധവൻ. മാധവശ്രീ പാദാബ്ജാലംഘൃതമധൂല വൃന്ദാവനം ധന്യധന്യം. എന്തുകൊണ്ടും വൃന്ദാവനം ധന്യധന്യം. എന്താ കാരണം? നാദബ്രഹ്മാമൃതമൊഴുകുമാറ് ആവിധം നാഥൻ അമ്പാർന്ന് ഊതി കേൾക്കും മധുരമുരളിക്കൊത്തു നൃത്തം മനോജ്ഞം. മാതം പൂണ്ട് മയിലുകൾ തുടർന്നിടും ഈ മാധവശ്രീ പാദാബ്ജാലംകൃത അതുലം, തുല്യമല്ലാത്തത്. ഇതിനെ പോലെ സംഭവിക്കുന്ന വേറൊരു സംഗതി ഇല്ല. അപ്പോൾ പാദാബ്ജാലംകൃതം അതുല വൃന്ദാവനം ധന്യധന്യം. ഒന്നും കൂടി വായിച്ചിട്ട് ഞാൻ നിർത്തണം. എന്നും മൂഢപ്രകൃതികൾ ഇതാ വേണുവിനൊച്ച കേട്ടേ വന്നീ മാൻപേടകൾ മരതകശ്യാമനെ തന്നെ അമ്പാൽ തന്നീണ്ടിടും കരിമിഴികളാൽ കൃഷ്ണസാരങ്ങളോടും ബന്ധിക്കുന്നു. വരചരിതമാണോർക്കിൽ ഈ വർഗമെല്ലാം. എന്താ പറയാ? എന്നും മൂഢപ്രകൃതികൾ, ഈ മാൻകൂട്ടം മൂഢപ്രകൃതികളാണ്, ബുദ്ധിയില്ലാത്തവരാണ്. കാരണം എന്താ? ഈ മാനിനെ ഓടിപ്പിടിക്കാൻ ചീറ്റകൾക്കും കൂടി പറ്റില്ല. പക്ഷേ ഈ വേടൻ എന്ത് ചെയ്യും? വല വിരിച്ച് മാനുകൾ ഓടുന്ന ആനത്താര എന്ന് പറയുന്ന പോലെ മാനുകൾ ഓടുന്ന വഴികളുണ്ട്.
അവിടെ ഇവർ വല വരയ്ക്കും. എന്നിട്ട് വലിയ മരത്തിൻ്റെ പിന്നിൽ നിന്ന് പെൺമാൻ ശബ്ദിക്കുന്ന പോലെ ശബ്ദം ഉണ്ടാക്കും വേടന്മാർ. അപ്പം അവർ നിൽക്കും, അമ്പയും വല വലിക്കും. അതാണ് എന്നും മൂട പ്രകൃതികൾ ഇതാ വേണുവിനൊച്ച കേട്ടേ. ഭഗവാന്റെ മുരളീനാഥം കേട്ട് വന്ന ഈ മാൻപേടകൾ മരകതശ്യാമനെ തന്നെ, ഭഗവാനെ മരതകശ്യാമനെ തന്നെ അമ്പാൽ സ്നേഹത്തോടുകൂടി ആർദ്രതയോടുകൂടി തന്നീണ്ടിടും കരിമിഴികളാൽ. മാനിൻ്റെ കണ്ണ് നീല താമരദളം പോലെ തന്നെയാണ്. അപ്പം കരിമിഴികളാൽ കൃഷ്ണസാരങ്ങളോടും, കൃഷ്ണസാരങ്ങൾ വേദാന്തം തന്നെ അർത്ഥം, അറിവ്. കൃഷ്ണസാരങ്ങളോടും ബന്ധിക്കുന്നു വരചരിതം, ഭഗവാന്റെ ചരിതങ്ങൾ ആണോർക്കിൽ ഈ വർഗമെല്ലാം അവർ ഭാഗ്യം ചെയ്തവരാ എന്നാ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ എന്ന്. ഞാൻ കാലഹരണപ്പെട്ടു പോയി ഒരു 10-20 വർഷം കഴിഞ്ഞാലും എൻ്റെ പേരക്കുട്ടികളെ പോലെയുള്ള ഭക്തന്മാർ വളരുമ്പോൾ ഈ ഒരു എപ്പിസോഡുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഭഗവാൻ എവിടെയാണ് സ്ഥാനം തന്നിട്ടുണ്ടാവുക എനിക്കറിയില്ല. ഞാൻ അനുഭവിക്കും. എനിക്കത്രേ പറയുള്ളൂ. ഐ ആം സോ ഇൻഡെപ്റ്റഡ് ടു ഹിം. കാരണം ഇന്നിങ്ങനെ ചിരിച്ചു കളിച്ച് ഞാൻ ഈ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏക കാരണം അദ്ദേഹത്തിൻ്റെ കൃപാകടാക്ഷം. അദ്ദേഹത്തിൻ്റെ കൃപാകടാക്ഷം. ഇതറിയുന്ന 2 കൂട്ടരുണ്ട്. എൻ്റെ ബോംബെയിലെ ചേച്ചിയും ഹരിദാസനും. ഞാൻ ആരായിരുന്നു, ഹരിദാസന് നന്നായിട്ട് അറിയാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പട്ടാമ്പി സരസ്വതി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നേക്കാളൊരു 7 വയസ്സ് കുറേ ആൾക്ക്. ആ ഒരു സമയം വല്ലാത്തൊരു സമയമാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ധന്യധന്യം തന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.